നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് തന്നെ കൂടുതൽ ആളുകളും ഹെൽത്തി ഡയറ്റിലൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാണാറുണ്ട്. കുറച്ചധികം ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്ന് വേണം പറയാൻ വേണ്ടി. കാർബ്സിനെ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടും അതുപോലെ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റിനെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി അമിതവണ്ണമുള്ളവരാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കാമെന്ന് ചിന്തിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് അമിതമായിട്ടുണ്ടാവുന്ന വണ്ണം അല്ലെങ്കിൽ BMI അധികമാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും, നിങ്ങൾ വെറും ഡയറ്റാണോ ചെയ്യുന്നത് അത് ന്യൂട്രീഷ്യസ് ഡയറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കേണ്ട വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഡയറ്റും ന്യൂട്രീഷ്യസ് ഡയറ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം എന്നുള്ളതാണ്, ഇഷ്ടമുള്ളത് കഴിക്കാം. പക്ഷേ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്നുള്ളത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പലപ്പോഴും നമ്മുടെ ബോഡിക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ വണ്ണം കുറയ്ക്കുന്ന സമയത്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് കുറച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരില്ലേ. എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ അത് കുറയുന്നത് നിങ്ങളുടെ ഫാറ്റ് മാത്രമല്ല, മസിൽ ടോണും കൂടെ കുറഞ്ഞു പോകുന്നുണ്ട്. അതുവഴി നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റിനെ മാത്രം പുറത്ത് കളയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് പലപ്പോഴും തന്നെ പലർക്കും ഇതിപ്പം പ്രത്യേകിച്ച് ഒരു കേസ് ഹിസ്റ്ററി ഒന്നും അറിയാതെ തന്നെ പലരും നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്, എനിക്കൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരുമോ എന്നുള്ളത്. ആ ചോദ്യം തന്നെ തെറ്റാണ്. കാരണം നമ്മൾ ഓരോരുത്തരുടെയും ജനറ്റിക്സ് വേറെയാണ്, നമ്മുടെ ഇക്കണോമിക്കൽ സ്റ്റാറ്റസ് വേറെയാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ വേറെയാണ്. അങ്ങനെ അവരുടെ ബോഡിയുടെ പ്രകൃതി വേറെയാണ് എല്ലാ തരത്തിലും. അതുപോലെ തന്നെയാണ് അവരുടെ മെറ്റബോളിക് സ്റ്റാറ്റസ് വേറെയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട് നമ്മൾ ഓരോരുത്തർക്കും തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും അണ്ടർലൈൻ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ കുറവാണ് എന്നുള്ളത് അതിനെ നികത്താൻ വേണ്ടിയിട്ട് വേണം നമ്മൾ കഴിക്കുന്ന ഡയറ്റിനെ ക്രമീകരിക്കാൻ. അത്രയേറെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് വേണം ക്രമീകരിക്കാൻ. അത് ഒരുപാട് നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡയറ്റാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് വെറുതെയാണ്. നമ്മുടെ ചില കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഉറക്ക സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ തകരാറിലാക്കുന്ന രീതിയിലുള്ള ചില അസുഖങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ചില ബിഹേവിയറൽ ചേഞ്ചസ് തന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റിയിൽ കണ്ടു എന്ന് വരാം. ചിലർക്കത് അമിതമായിട്ടുള്ള മുടി ഒഴിച്ചിലായിട്ടോ നമ്മുടെ സ്കിന്നിൽ വരുന്ന വ്യത്യാസങ്ങളായിട്ടോ ഒക്കെ തന്നെ കാണപ്പെടാം. ചില അസുഖങ്ങൾ അല്ലെങ്കിൽ വേദനകൾ ഒക്കെ തന്നെ കാണപ്പെടാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർക്ക് ആ ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ്. അതിന് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ആ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിച്ചിട്ടോ അല്ലാത്ത രീതിയിലോ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ അതിനെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് കയ്യിൻ്റെ നഖത്തിൽ വെള്ള സ്പോട്ടുകൾ കാണപ്പെടുക, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് സിങ്ക് എന്നുള്ള ഒരു ഇതിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. പലപ്പോഴും പറയാറില്ലേ, പണ്ട് പഠനകാലങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ തമ്മിൽ പറയുന്നതാണ്, പുതിയ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് കുത്ത് കാണുന്നത് എന്നുള്ളതല്ല. നമുക്ക് സിങ്കിൻ്റെ കുറവ് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുട്ടികൾക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ട് ഇപ്പോഴൊക്കെ കോമൺ ആണല്ലേ, ഒരു കോമൺ കോൾഡിൽ തുടങ്ങിയിട്ട് വിട്ടുമാറാത്ത കഫം ചുമ തുടങ്ങിയിട്ട് വീണ്ടും അതിൻ്റെ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ വീണ്ടും വരിക, ഇങ്ങനെ കണ്ടിന്യൂ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇത്തരം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ സിങ്കിൻ്റെ അഭാവം കൂടുതൽ കുഞ്ഞുങ്ങളിലും കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ചില ആളുകളിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഡിപ്രഷൻ, മൂഡ് വേരിയേഷൻ, ഇടയ്ക്കിടയ്ക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ക്രാംസ്, കൂടുതൽ പെയിന്, പീരീഡ്സിൻ്റെ സമയങ്ങളിലൊക്കെ അമിതമായിട്ടുള്ള വേദന ഉണ്ടാവുക, ഇതൊക്കെ മഗ്നീഷ്യം കുറഞ്ഞാലും നമുക്ക് കാണപ്പെടാം.
അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ആ സപ്ലിമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഇതൊക്കെ നോർമലി നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഡോക്ടറിനെ സമീപിച്ച് കഴിഞ്ഞാൽ ഡോക്ടറിന് നേരിട്ടുള്ള സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശരീരപ്രകൃതി കാണുമ്പോഴോ ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറവ് അല്ലെങ്കിൽ എന്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു രോഗമുക്തിക്ക് കാരണമായി തീരുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു ഭാരത്തെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള പല ഹോർമോണുകളും നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് സംബന്ധിച്ചുള്ള ഹോർമോണുകളോ അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോണുകളോ ലെപ്റ്റിൻ പോലുള്ളവയോ ഡോപ്പമിൻ, ഇത്തരം ഹോർമോണുകൾക്കൊക്കെ തന്നെ ഈ ഒരു നമ്മുടെ അമിതമായിട്ടുള്ള വെയിറ്റ് വരുന്നതിനും ഒക്കെ തന്നെ ഒരു കാരണമായി തീരാറുണ്ട്. അത് പല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇത് വരാം. അപ്പോൾ ഈ ഒരു ഒബേസിറ്റി എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. അത് സംബന്ധിച്ച് നമുക്ക് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കുന്നതല്ല, നിങ്ങളുടെ ബോഡിക്ക് ഉത്തമമായ രീതിയിൽ എക്സസൈസ് ചെയ്തും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ഉപയോഗിച്ചും അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്തിട്ടുമാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത്. ആരോഗ്യപരമായിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഒരു 2-2.5 കിലോ ഒക്കെ ഒരു മാസം കൊണ്ട് കുറയ്ക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണാം, ഒരു 10 ദിവസം കൊണ്ട് ഇത്ര കിലോ കുറച്ചു, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇത്ര കിലോ കുറച്ചു. തംബ്നെയിലിൻ്റെ ഒരു ഭംഗിക്കും ആകർഷണ ശക്തിക്കും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചില വീഡിയോയുടെ ഉൾവശത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇത്ര കിലോ കുറയ്ക്കുമെന്ന്. അത് ആരോഗ്യപരമായിട്ടുള്ളതാണോ, അത് നമ്മുടെ ബോഡിക്ക് സ്യൂട്ട് ആവുന്ന ഒന്നാണോ എന്ന് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്നതാണ് കേട്ടോ. പലപ്പോഴും തന്നെ നമ്മൾ BMI മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. പല കാരണങ്ങളും നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് പുരുഷന്മാരിലാണെങ്കിൽ ഈ ഒരു വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുക്കിളിൻ്റെ ഭാഗം, ബെല്ലി ബട്ടൻ്റെ അതിൽ റൗണ്ട് ചെയ്തിട്ട് വരുന്ന അത്രയും വീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹിപ്പ് റേഷ്യോ എന്ന് പറയുമ്പം ബട്ടക്സിൻ്റെ ഏരിയയിൽ നമ്മൾ എത്രത്തോളം വ്യാസം വരുന്നു എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അതുപോലെ ഈ ഒരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നോക്കുമ്പോൾ പുരുഷന്മാരിൽ ഇതൊരു 0.8 കുറവും സ്ത്രീകളിൽ 0.9 കുറവുമായിട്ടാണ് കാണേണ്ടത്. ഹൈ കലോറി ഉള്ളതും എന്നാൽ ന്യൂട്രീഷ്യസ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബോഡിയേക്കാൾ കൂടുതൽ വണ്ണം നമ്മുടെ വയറിനായിരിക്കും. ഇത് മാത്രമല്ല, ഒത്തിരി ടോക്സിക് ലോഡിങ്ങും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ചുറ്റുപാടുമുള്ള പൊല്യൂഷൻ കൊണ്ടായാലും കുക്കിംഗ് സ്റ്റൈലും കൊണ്ടായാലും ഒക്കെ തന്നെ നമുക്ക് പല ടോക്സിൻസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് പുറന്തള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഇമോഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആണ്. ഇമോഷണൽ ഈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ചിലവർ നമുക്ക് സ്ട്രെസ്സും ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണം തന്നെ വേണ്ട എന്നുള്ളവരുണ്ടാവും. പക്ഷെ മറ്റു ചിലർ നമുക്ക് ഭക്ഷണം എത്ര കഴിച്ചാലും മതി വരില്ല എന്നുള്ളൊരവസ്ഥ. അത് മെറ്റബോളിക് ഡിസോർഡർ തന്നെയാണ്. അവർക്ക് മെറ്റബോളിസം നോർമൽ അല്ലായിരിക്കും, എത്ര കഴിച്ചാലും വയറ് നിറഞ്ഞില്ല എന്നുള്ളൊരു തോന്നലും ആർത്തിയോടെ ഫുഡ് കഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വേണ്ടത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കുക, അല്ലെങ്കിൽ ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്തിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോയിൽ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇത് ഓക്കെ ആവുന്നത് വഴി നമ്മുടെ മെറ്റബോളിക് ഹെൽത്തും ഓക്കെ ആയിട്ട് വരും. അതുവഴി നമുക്ക് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. കഴിയുന്നതും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.